SSLC പരീക്ഷ ഫലം പ്രഖ്യാപിച്ചു. വളരെ സന്തോഷം. ഒരുപാട് കുട്ടികൾ നല്ല മാർക്ക് വാങ്ങി വിജയിച്ചു. അതുപോലെ ആവറേജ് മാർക്ക് വാങ്ങിയിട്ടും പലരും വിജയിച്ചു. വളരെ ചുരുക്കം ചിലരെ പരാജയപ്പെട്ടിട്ടുണ്ട്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. പരാജയപ്പെട്ടവർക്ക് ജീവിതത്തിൽ ഇതൊരു വലിയ പാഠവും തുടർന്നുള്ള ജീവിതത്തിൽ പല വിജയങ്ങളും നേടാൻ ഈ ഒരു പരാജയം അവരെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഒരുപാട് ശാരീരിക പരിമിതികളുള്ള, പഠിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹം വെച്ച ആസിം വെളിമണ്ണ പോലുള്ള കൊച്ചനുജന്മാരുണ്ട്. ഇവർക്കെല്ലാവർക്കും കൂടിയിട്ടാണ് ഞാൻ ആദ്യം ആശംസ പറഞ്ഞത്. പക്ഷേ ഈ വീഡിയോയുടെ ഉദ്ദേശമല്ല. എൻ്റെ നാട്ടുകാരനും സാമൂഹിക പ്രവർത്തകനുമായ എന്നെ മുനീർ സാഹിബ് ഷെയർ ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ യഥാർത്ഥത്തിൽ വോയിസ് ആയി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നെ മുനീർ സാഹിബ് ഷെയർ ചെയ്ത യാസിർ എരുബപ്പെട്ടി എഴുതിയ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകാം. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന ദിവസമായിരുന്നല്ലോ ഇന്നലെ. റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്നവരിൽ എൻ്റെ അനിയനും എൻ്റെ പെങ്ങളൂട്ടിയും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മാർക്കോടെ തന്നെ അവർ പാസ്സാവുകയും ചെയ്തു. അവർക്ക് വിളിച്ച് കൺഗ്രാറ്റ്സ് പറഞ്ഞ് ഫോൺ വെച്ചു. പതിവ് ഓഫീസ് ജോലികളുടെ തിരക്കിൽ ഞാൻ മുഴുകി. 4 ഡ്രൈവർമാരുടെ ഗേറ്റ് പാസ് എടുക്കാനുള്ളത് കൊണ്ട് കസ്റ്റംസിലേക്ക് നടന്നു. ഗേറ്റ് പാസും എടുത്ത് തിരികെ ഓഫീസിലെത്തിയപ്പോഴാണ് ഒരു മലയാളി ഡ്രൈവറുടെ ഫോൺ സംസാരം കേൾക്കാനിടയായത്. അയാൾ തന്റെ ഭാര്യയോടാണ് സംസാരിക്കുന്നത് എന്ന് ആദ്യം തന്നെ മനസ്സിലായി. ഞങ്ങളുടെ ഓഫീസിൽ രാവിലെ ഷിഫ്റ്റിൽ അറബികൾ മാത്രമാണ് എന്നുള്ള ധാരണയിലാകാം ആ മനുഷ്യൻ അത്ര ഉച്ചത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. ആ മനുഷ്യന്റെ ചില വാക്കുകളാണ് എന്നെ ഇത് എഴുതാൻ പ്രേരിപ്പിച്ചത്. അയാളുടെ മകൻ കണക്ക് പരീക്ഷയിൽ തോറ്റിരിക്കുകയാണ്. ബാക്കിയുള്ള വിഷയങ്ങളിൽ തട്ടിമുട്ടി ജയിച്ചിട്ടുമുണ്ട്. കണക്ക് പരീക്ഷയിൽ തോറ്റ ഒരു മകനോട് ഇപ്പോഴത്തെ പല അച്ഛന്മാരും സംസാരിക്കുന്ന രീതിയിലായിരുന്നില്ല അയാളുടേത്. അപ്പുറത്തു നിന്നും അയാളുടെ ഭാര്യയുടെ സങ്കടവും നാണക്കേടും കലർന്ന സംസാരം തന്നെയാവാം അയാളുടെ സംസാരത്തിന്റെ തുടക്കം. പക്ഷേ അതിനൊക്കെ അയാൾ നൽകിയ മറുപടിയാണ് എന്നെ വല്ലാതെ അതിശയിപ്പിച്ചത്. സൗമ്യെ, അവന് പരീക്ഷയൊക്കെ ഇനിയും എഴുതാം. അവസാനത്തെ പരീക്ഷയൊന്നുമല്ലല്ലോ ഇത്. പക്ഷേ നമുക്ക് നമ്മുടെ മോനെ നഷ്ടമായ പിന്നെ കിട്ടില്ലല്ലോ. നീ അവനെ കുത്തുവാക്ക് പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ. നീ നോക്കിക്കേ, എന്റെ മോനും ഒരിക്കൽ ജയിക്കും. അത്രയും കേട്ടപ്പോ എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം ഉള്ളിൽ നീറി. ഇമാതിരി വെയിലത്ത് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ട്രെയിലറും ഓടിച്ച് ജീവിതത്തിന്റെ അറ്റം മുട്ടിക്കാൻ വിയർപ്പൊഴുക്കുന്ന ഈ മനുഷ്യന് തന്റെ മകൻ 10ാം ക്ലാസ് പരീക്ഷ തോറ്റുപോയി എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രമേൽ സ്നേഹത്തിൽ പ്രതീക്ഷയിൽ സംസാരിക്കാൻ കഴിയുന്നത്? എന്റെ ചോദ്യങ്ങൾ അയാളെയും എന്നെയും തമ്മിലുള്ള അകലം കുറച്ചു. അയാളുടെ സംസാരത്തിന് ഞാൻ വീണ്ടും കാതോർത്തു. ഒളിച്ചു കേൾക്കാനുള്ള മനോഭാവമായിരുന്നില്ല, ഒരച്ഛനെ കേൾക്കാനുള്ള ധൃതിയായിരുന്നു കാരണം. നീ സന്തോഷിന് ഫോൺ കൊടുക്ക്, ഞാൻ അവനോട് സംസാരിക്കട്ടെ. അയാളുടെ ശബ്ദത്തിന് സ്നേഹത്തിന്റെ ചൂരുള്ള പോലെ തോന്നി എനിക്ക്. അയാൾ തുടർന്നു, മോനെ സാരമില്ലടാ, ഒരൊറ്റ വിഷയത്തിലല്ലേ തോറ്റുള്ളൂ, അത് പ്രശ്നമില്ല, ബാക്കിയൊക്കെ എന്റെ മോൻ പാസ്സായല്ലോ, നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ. എന്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ, ഇതിലും വലിയ പരീക്ഷയിൽ എന്റെ മോൻ ജയിച്ചിട്ടില്ലേ, പിന്നെന്താ? അമ്മ നിന്നോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. എന്നെക്കാളും ജീവനാ അമ്മക്ക് നിന്നെ. നീ അതൊന്നും കേട്ട് സങ്കടമായിരിക്കണ്ട കേട്ടോ. അച്ഛൻ ഷറഫുക്കയുടെ കയ്യിൽ നിനക്കുള്ള ബൂട്ടും കിറ്റും കൊടുത്തയച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കമ്പനിയുടെ നല്ല വില കൂടിയ ബൂട്ടാണ് കൊടുത്തയച്ചിട്ടുള്ളത്. നാളെയോ മറ്റന്നാളോ അവിടെ എത്തും. അടുത്ത മാസമല്ലേ നിനക്ക് സെലക്ഷൻ, അതിന് പ്രാക്ടീസ് മുടക്കണ്ട. അങ്ങനെ അയാൾ ഒരുപാട് സംസാരിച്ചു അയാളുടെ മകനോട്. പക്ഷേ ബാക്കിയൊന്നും ഞാൻ കേട്ടില്ല. അയാൾ എന്ത് മനുഷ്യനാണ്? വട്ടാണോ ഇയാൾക്ക്? സ്വന്തം മകൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ തോറ്റു നിൽക്കുന്നു. ആ നേരത്ത് അവന് ബൂട്ടും കിറ്റും വാങ്ങിക്കൊടുത്ത് അവനെ ഫുട്ബോൾ കളിക്കാൻ വിടുന്നു. ഭ്രാന്ത് തന്നെ, അല്ലാതെ എന്ത് പറയാനാ? അയാളോടുള്ള പുച്ഛവും അയാളെ കളിയാക്കിയുള്ള ചിരിയും എന്റെ മുഖത്ത് ഞാൻ അറിയാതെ തന്നെ നിഴലിട്ടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ തന്റെ ബയാൻ കഴിഞ്ഞോ എന്ന് എന്റെ കൂടെയുള്ള അറബിയോട് ചോദിച്ചു. തട്ടിമുട്ടിയുള്ള അങ്ങേരുടെ അറബി ഭാഷക്ക് കവിടെ പോകൂ എന്ന ഭാഷയിൽ എന്റെ കൂടെയുള്ള അറബി മറുപടി കൊടുത്തു. അപ്പോഴാണ് അയാൾ എന്നെ ശ്രദ്ധിച്ചത്. ആഹാ, മലയാളി ഉണ്ടായിരുന്നോ? അയാളുടെ ചോദ്യം. ആ, ഉണ്ടായിരുന്നു. ഞാൻ കസ്റ്റംസിൽ പോയിരിക്കുകയായിരുന്നു. എന്റെ മറുപടി കേട്ടപ്പോൾ അയാൾ ചോദിച്ചു, എത്രയായി എന്റെ പൈസ? നിങ്ങളുടെ 430 ദിർഹംസ്. ക്യാഷ് എടുത്ത് എനിക്ക് നേരെ നീട്ടുമ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, കണക്കിലാണോ മോൻ തോറ്റത്? കണക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആ, കണക്കിൽ തോറ്റു. അതൊന്നും അത്ര പ്രശ്നമല്ല. ഭാര്യയുടെ വഴക്ക് പറച്ചില്ല എനിക്ക് പേടി. ഓരോ ന്യൂസ് കേൾക്കാറില്ലേ, മാർക്ക് കുറഞ്ഞതിന് കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നും ഞരമ്പ് മുറിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓർക്കുമ്പോൾ നെഞ്ചിലൊരു തീയ. അയാൾ അത്രയും പറഞ്ഞപ്പോൾ എനിക്കതുവരെ തോന്നാത്ത ഒരു കൗതുകമായി അയാൾ പറയുന്ന കാര്യങ്ങളോട്. ഞങ്ങൾ വീണ്ടും സംസാരിച്ചു. അവന്റെ കാലുകൾക്ക് നടക്കാനുള്ള ശേഷിയില്ലായിരുന്നു, ബുദ്ധിവികാസവും കുറവായിരുന്നു. അന്ന് ഡോക്ടർമാർ അതിനൊരു ഇംഗ്ലീഷ് പേരും കൊടുത്തിരുന്നു. സാധാരണ ജീവിതത്തിലേക്ക് അത്ര പെട്ടെന്നൊന്നും മടങ്ങി വരാൻ സാധ്യതയില്ലാത്ത ഒരു അസുഖത്തെ 5 വർഷം കൊണ്ടാണ് ആ കുഞ്ഞ് അതിജീവനത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വഴിതിരിച്ചത്. അയാൾ തന്റെ മകനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, വല്ലാത്ത മൂർച്ചയുള്ള വാക്കുകൾ, സ്നേഹവും അഭിമാനവും ചേർത്ത് വെച്ച വാക്കുകൾ. കണക്കിൽ മാത്രമേ അവൻ തോറ്റുള്ളൂ എന്ന് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് ഞാനാണ്. കാരണം ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ അവൻ ജയിച്ചല്ലോ. ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികൾ പഠിക്കേണ്ടിയിരുന്ന സ്കൂളിൽ നിന്നും സാധാരണ കുട്ടികൾ പഠിക്കുന്ന
പഠിക്കുന്ന സ്കൂളിൽ പഠിച്ച് കാലുകൊണ്ട് അനക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിന്നും നടന്നും ഓടിയും നന്നായി ഫുട്ബോൾ കളിച്ചും ഇന്നിപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയിൽ കണക്കിനൊഴികെ ബാക്കി എല്ലാ വിഷയങ്ങളിലും അവൻ ജയിച്ചു എന്നുകൂടി കേട്ടപ്പോൾ 10A+ കിട്ടിയ ഒരു മകന്റെ അച്ഛന് ഉണ്ടാകുന്ന സന്തോഷമാണ് എനിക്കിപ്പോൾ. അവൻ ഇനിയും ഉയരങ്ങളിലെത്തും. എനിക്കുറപ്പാ IM വിജയനെ പോലെ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാകും എൻ്റെ മോൻ. അത്രയും കേട്ടപ്പോൾ ആ മനുഷ്യനോട് എന്തെന്നില്ലാത്ത ബഹുമാനവും സ്നേഹവും കൂടി എൻ്റെ കണ്ണ് നിറഞ്ഞു. കണ്ണടയുടെ ഫ്രെയിമിനടിയിൽ കൈയിട്ട് ഞാനത് തുടച്ചു. അതുവരെ ലഭിക്കാത്ത ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അയാളുടെ വാക്കുകളിൽ നിന്നും എനിക്ക് കിട്ടി. സ്വന്തം മകന്റെ തോൽവി മറ്റൊരുപാട് വിജയങ്ങളിലൂടെ ആഘോഷിക്കുന്ന സ്ഥിരമായ നിലപാടുള്ള ഒരച്ഛൻ, ചങ്ക് പൊളിയുന്ന ശകാരങ്ങൾ കൊണ്ട് മകന്റെ കണ്ണ് നിറക്കുന്നതിന് പകരം ഉള്ളു തൊടുന്ന വാക്കുകൾ കൊണ്ട് മകനെ സ്നേഹം കൊണ്ട് പൊതിയുന്നൊരച്ഛൻ, സ്വന്തം കുഞ്ഞിന് ഒരു A+ കുറഞ്ഞതിന്റെ പേരിൽ അവനെ അല്ലെങ്കിൽ അവളെ ടോർച്ചർ ചെയ്ത് ഒരു മുഴം കയറിലേക്ക് അവരെ എത്തിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾക്ക് ഒരു പാഠശാലയാണ് മനുഷ്യൻ. മകന്റെ അഭിരുചി ഫുട്ബോൾ കളിയിലാണ് എന്ന് മനസ്സിലാക്കി കണക്കിൽ തോറ്റു നിൽക്കുന്നവന്റെ കാലിൽ ബൂട്ടും പന്തും വെച്ചു കൊടുക്കുന്ന ധീരനായ അച്ഛൻ. എനിക്ക് അയാളോട് തോന്നിയ ബഹുമാനമാകാം എന്റെ 2 തുള്ളി കണ്ണുനീര്. തന്ന 500 ദിർഹംസിന് ബാക്കി 70 തിരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അയാളുടെ മുൽക്കിയയിൽ അയാളുടെ പേര് നോക്കി. രാജൻ അബ്രഹാം. ആ പേരിന് ധീരനായ അച്ഛൻ എന്നുകൂടി അർത്ഥമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ബാക്കി വാങ്ങി ഗേറ്റ് പാസും ബയാനും കൊണ്ട് അയാൾ ഓഫീസിൽ നിന്നും പോകുമ്പോൾ എനിക്ക് അയാളെ ഒന്ന് സല്യൂട്ട് ചെയ്യണമെന്ന് തോന്നി. എന്തൊരു വലിയ പാഠമാണ് ആ മനുഷ്യൻ പഠിപ്പിച്ചത്. എത്ര വലിയ സഹനത്തിന്റെ ധീരതയുടെ ആശയമാണ് ആ മനുഷ്യൻ പകർന്നത്. അച്ഛനാവുക എന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കാരണക്കാരനാവുക എന്നല്ല, ആ കുഞ്ഞിനെ ജീവിതം കൊണ്ട് ചങ്കിലേറ്റി ഹൃദയത്തിൽ താലോലിച്ച് അവരുടെ ഓരോ വളർച്ചയിലും സന്തോഷവും ആഹ്ലാദവും ചേർത്ത് വളർത്തി വലുതാക്കുന്ന ഉത്തമനായ മനുഷ്യന്റെ പേരാണ് അച്ഛൻ. സന്തോഷ് എന്ന ആ മകനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒന്നുറപ്പാണ്, നാളെ ഒരു നാൾ കേരളത്തിൽ നിന്ന് അങ്ങനെയൊരു ഫുട്ബോൾ കളിക്കാരൻ നമ്മെ IM വിജയനെ പോലെ അത്ഭുതപ്പെടുത്തും. അവന്റെ ജേഴ്സിക്ക് പിറകിൽ സന്തോഷ് രാജൻ എന്ന പേരും കാണാൻ കഴിയും. കാരണം അവന്റെ വിജയങ്ങളുടെ ഘോഷയാത്ര ഞാൻ ആ അച്ഛന്റെ കണ്ണിലും വാക്കിലും കണ്ടിരുന്നു. അവനെക്കുറിച്ച് പറയുമ്പോൾ ആ അച്ഛന്റെ കണ്ണിലെ പ്രകാശം എനിക്ക് കാണാമായിരുന്നു. യാസിർ എരുമപ്പെട്ടിയുടെ വരികൾക്ക് ശബ്ദം നൽകിയത് സ്വലാഹ് വെള്ളാം.